പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ 10ാം വീഡിയോയിലേക്ക് മാന്യ ഹൈന്ദവർക്ക് ഹൃദ്യമായ സ്വാഗതം. വിഷ്ണു പുരാണത്തിൻ്റെ 4ാം അധ്യായത്തിലെ 6ാം ഭാഗത്തിൽ സോമവംശത്തിൻ്റെയും പുരൂരവൻ്റെയും കഥ ഉൾക്കൊള്ളുന്നു. ലോകസ്രഷ്ടാവായ ബ്രഹ്മാവിന് അത്രി എന്നൊരു പുത്രനുണ്ടായിരുന്നു. ചന്ദ്രൻ അത്രിയുടെ മകനാണ്. ഒരിക്കൽ ചന്ദ്രൻ ഒരു രാജസൂയ യാഗം സംഘടിപ്പിക്കുകയും വലിയ ശക്തികൾ നേടിയെടുക്കുകയും ചെയ്തു. പിന്നീട് യാഗത്തിൻ്റെ ശക്തികളാൽ അന്ധനായ ചന്ദ്രൻ ബൃഹസ്പതിയുടെ പത്നിയായ താരയെ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായ ബ്രഹ്മാവ് പോലും അത്തരമൊരു ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്ന് ചന്ദ്രനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ചന്ദ്രൻ എല്ലാവരെയും അവഗണിച്ചു. ബൃഹസ്പതിയോടുള്ള ശത്രുത കാരണം അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യരും ചന്ദ്രനെ സഹായിച്ചു. ആ സമയത്ത് രുദ്രൻ മാത്രമാണ് ബൃഹസ്പതിയെ സഹായിക്കാൻ തയ്യാറായത്. ചന്ദ്രനും രുദ്രനും തമ്മിൽ ഉഗ്രമായ യുദ്ധം നടന്നു. ദേവന്മാർ ബൃഹസ്പതിയെ സഹായിച്ചു. ശുക്രാചാര്യർ കാരണം ചന്ദ്രന് അസുരന്മാർ പിന്തുണ നൽകി. താമസിയാതെ ആ യുദ്ധം ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന തലത്തിലേക്ക് വളർന്നു. ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ മഹാവിഷ്ണു മധ്യസ്ഥത വഹിക്കുകയും ബൃഹസ്പതിയുടെ പത്നിയെ തിരികെ ലഭിക്കാൻ സഹായിക്കുകയും ചെയ്തു. അപ്പോഴേക്കും താര ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നു. അവളുടെ അവസ്ഥ കണ്ട ബൃഹസ്പതി ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. താര കുറ്റിച്ചെടികൾക്കിടയിൽ കുഞ്ഞിൻ്റെ ഗർഭം അലസിപ്പിച്ചു. എന്നാൽ അതിന് നിമിത്തം കുഞ്ഞിൻ്റെ ജീവന് ഭംഗം വന്നില്ല. പകരം ആ കുഞ്ഞിൻ്റെ തിളക്കം ദേവന്മാരുടെ തേജസ്സിനെ പോലും മങ്ങിച്ചു. കുഞ്ഞ് അത്യധികം സുന്ദരനായിരുന്നു. ബൃഹസ്പതിയും ചന്ദ്രനും അവനെ സ്വീകരിക്കാൻ തയ്യാറായി. പ്രശ്നപരിഹാർത്ഥം ബ്രഹ്മാവ് താരയോട് കുട്ടിയുടെ പിതൃത്വത്തെക്കുറിച്ച് ചോദിച്ചു. ലജ്ജ തോന്നിയ താര ചന്ദ്രനാണ് കുട്ടിയുടെ പിതാവെന്ന് വെളിപ്പെടുത്തി. തുടർന്ന് ബ്രഹ്മാവ് തന്നെ കുഞ്ഞിനെ ദത്തെടുത്ത് ബുധൻ എന്ന് നാമകരണം ചെയ്തു. ബുധൻ ചെറുപ്പത്തിൽ തന്നെ ഇളയിൽ നിന്നും പുരൂരവനെ ജനിപ്പിച്ചു. പുരൂരവൻ വളരെ ഉദാരമതിയും സുന്ദരനുമായിരുന്നു. ഒരിക്കൽ അപ്സരസ് ഉർവശി അവനെ കണ്ടുമുട്ടുകയും അവനുമായി ഉടൻ തന്നെ പ്രണയത്തിലാവുകയും ചെയ്തു. അവൾ പുരൂരവനെ സമീപിച്ചപ്പോൾ അവളുടെ മനം മയക്കുന്ന സൗന്ദര്യം പുരൂരവനെ പുളകിതനാക്കി. അപ്സരസിനോട് തന്നോടൊപ്പം ജീവിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. എൻ്റെ 2 നിബന്ധനകൾ പാലിച്ചാൽ മാത്രം ഉർവശി അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്ന് വ്യവസ്ഥ ചെയ്തു. തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ കണക്കാക്കുന്ന 2 ആടുകളെ ഒരിക്കലും അവളുടെ കിടപ്പറയിൽ നിന്നും പുറത്താക്കരുതെന്നും ദിവ്യപ്രകാശത്തിൽ അവളുടെ മുൻപിൽ ഒരിക്കലും വിവസ്ത്രനാവരുത് എന്നുമായിരുന്ന 2 നിബന്ധനകൾ. 2 നിബന്ധനകളും പുരൂരവൻ അംഗീകരിച്ചു. അന്നു മുതൽ ഉർവശി പുരൂരവനോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. 60,000 വർഷക്കാലം അവർ ഒരുമിച്ച് ശാരീരിക അടുപ്പം ആസ്വദിച്ചു. അവരുടെ സ്നേഹം ആകാശത്തോളം വളർന്നു. അവർ ആസ്വദിക്കുന്ന ആ സ്വർഗീയ സുഖങ്ങൾ നിമിത്തം സ്വയം മറന്നു. എന്നാൽ അവളുടെ അഭാവം കാരണം സ്വർഗം പോലും നരകത്തേക്കാൾ ഭയാനകമായി തോന്നി. ഒടുവിൽ സാഹചര്യങ്ങൾ അറിയാവുന്ന ഗന്ധർവനായ വിശ്വവസു അവരുടെ കിടപ്പറയിൽ നിന്ന് ഒരു ആടിനെ മോഷ്ടിച്ച് പറന്നുപോയി. ആടുകളുടെ കരച്ചിൽ കേട്ട് ഉർവശി ഉത്കണ്ഠയോടെ എഴുന്നേറ്റ് തൻ്റെ മകനെ ആരാണ് മോഷ്ടിച്ചതെന്ന് അലറി വിളിച്ചു. എന്നാൽ ഉർവശി നഗ്നനായ തന്നെ കാണുമെന്ന ഭയത്താൽ പുരൂരവൻ ഉറക്കം നടിച്ച് കിടന്നു. ബഹളം അതിരുകടന്നപ്പോൾ അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ കള്ളൻ്റെ പിന്നാലെ ഓടി. ആ നിമിഷം ഗന്ധർവന്മാർ മുഴുവൻ ചുറ്റുപാടും പ്രകാശപൂരിതമാക്കി. തൽഫലമായി ഉർവശി നഗ്നനായ പുരൂരവനെ കണ്ടു. തൻ്റെ 2 നിബന്ധനകളും ലംഘിക്കപ്പെട്ടതോടെ വാസം ഉപേക്ഷിച്ച് ഉർവശി അവളുടെ സ്വർഗീയ വാസസ്ഥലത്തേക്ക് മടങ്ങി. ഉർവശിയുടെ വേർപാട് പുരൂരവന് സഹിക്കാൻ കഴിയുന്നതിലും അധികമായിരുന്നു. ആ നഗ്നമായ അവസ്ഥയിൽ അദ്ദേഹം ഭ്രാന്തനെപ്പോലെ അവിടെയും ഇവിടെയുമായി അലഞ്ഞു നടക്കാൻ തുടങ്ങി. അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കുരുക്ഷേത്രത്തിലെ കമല സരോവരത്തിലെത്തി. അവിടെ വെച്ച് അദ്ദേഹം മറ്റു 4 അപ്സരസുകളോടൊപ്പം ഉർവശിയെ കണ്ടു. ഉർവശിയെ കണ്ട പുരൂരവൻ ഭ്രാന്തമായി പെരുമാറുവാൻ തുടങ്ങി. മറ്റു അപ്സരസുകളുടെ സാന്നിധ്യത്തിൽ പോലും സ്വന്തം ഇന്ദ്രിയാഭിലാഷങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ ഉർവശി അദ്ദേഹത്തെ തടഞ്ഞു. എന്നിൽ ഒരു കുഞ്ഞു ഉത്ഭവിക്കുന്നുണ്ടെന്നും 1 വർഷത്തിനു ശേഷം നിങ്ങൾക്ക് ആ കുഞ്ഞിനെ ലഭിക്കുമെന്നും അവർ അറിയിച്ചു. ആ സന്ദർഭത്തിൽ ഒരു രാത്രി അദ്ദേഹത്തോടൊപ്പം വസിക്കുമെന്നും അവൾ വാഗ്ദാനം ചെയ്തു. 1 വർഷത്തിനു ശേഷം രാജാവ് പുരൂരവൻ വീണ്ടും അവിടെയെത്തി. അപ്പോൾ ഉർവശി തനിക്ക് പിറന്ന പുത്രനായ ആയുവിനെ പുരൂരവനെ ഏൽപ്പിച്ചു. അവളുടെ വാഗ്ദാനപ്രകാരം പുരൂരവനോടൊപ്പം 1 രാത്രി താമസിച്ചു. ഇതേ മാർഗം പിന്തുടർന്ന് 5 മക്കളെ കൂടി പ്രസവിച്ചു. അവരുടെ പ്രണയം നിമിത്തം ഗന്ധർവന്മാർ ഒരു വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഉർവശി പുരൂരവനെ അറിയിക്കുന്നു. ഉർവശിയുമൊത്ത് ഒരു ജീവിതകാലം മുഴുവൻ ഐക്യപ്പെടുവാനുള്ള അനുഗ്രഹമാണ് പുരൂരവൻ അവരോട് ആവശ്യപ്പെട്ടത്. ഗന്ധർവന്മാർ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു യാഗപീഠം സമ്മാനിച്ചുകൊണ്ട് പതിവായി യാഗങ്ങൾ നടത്താൻ നിർദ്ദേശിച്ചു. അതിനാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്ന് ഗന്ധർവന്മാർ പുരൂരവന് ഉറപ്പു നൽകി. എന്നാൽ രാജാവ് പുരൂരവൻ ആ യാഗപീഠം കാട്ടിൽ ഉപേക്ഷിച്ച് തൻ്റെ തലസ്ഥാനത്തേക്ക് മടങ്ങുന്നു.
ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഒരു മയക്കത്തിൽ നിന്ന് എന്ന പോലെ പെട്ടെന്ന് ഉണർന്ന് ഉപേക്ഷിച്ച യാഗപീഠം വീണ്ടെടുക്കാൻ കാട്ടിലേക്ക് ദ്രുതഗതിയിൽ വിരണ്ടു. എന്നാൽ യാഗപീഠം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അത് ഒരു ബോധിവൃക്ഷമായി രൂപാന്തരപ്പെട്ടിരുന്നു. പുരൂരവൻ ആ മരം വെട്ടിമാറ്റി തൻ്റെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അവിടെ തച്ചന്മാർ ആ തടിയിൽ നിന്നും ഒരു അരണി നിർമ്മിച്ചു. അതിനുശേഷം പുരൂരവൻ ആ അരണിയുടെ സഹായത്തോടെ പതിവായി യാഗങ്ങൾ നടത്തുകയും ഗന്ധർവ ലോകത്തെത്തുകയും തുടർന്ന് ഒരിക്കലും ഉർവശിയിൽ നിന്നും വേർപിരിയാത്ത ജീവിതം ജീവിക്കുകയും ചെയ്തു. പ്രിയരെ, 4-ാം അധ്യായത്തിലെ 7-ാം ഭാഗത്തിൽ ജമദഗ്നിയുടെയും വിശ്വാമിത്രൻ്റെയും ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പുരൂരവന് ആയു, അമാവാസു, വിശ്വവസു, ശ്രുതായു, ശതായു, അയുധയു എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു. അമാവാസുവിന് ഭീമൻ എന്നൊരു പുത്രനും ഭീമന് കഞ്ചൻ എന്നൊരു പുത്രനും ജനിച്ചു. കഞ്ചന്റെ പുത്രനായ സുഹോത്രന്റെ തനയനായിരുന്നു ജന്നു. ഗംഗ ഭൂമിയിൽ ഇറങ്ങിയ സമയത്ത് തന്റെ ആശ്രമം വെള്ളത്തിനടിയിലായതു കണ്ട ജന്നു ആ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിച്ചു. ദേവഋഷികളുടെ പ്രാർത്ഥനയോട് കൂടിയ അഭ്യർത്ഥനകൾ മാത്രമാണ് ഗംഗയെ തുറന്നുവിടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അന്നു മുതൽ ഗംഗ ജന്നുവിൻ്റെ മകളായ ജാഹ്നവി എന്നും അറിയപ്പെട്ടു. ജന്നുവിൻ്റെ വംശാവലി ജന്നു, സുമന്തൻ, അജകൻ, ബാലകാശ്വൻ, കുശൻ എന്നിങ്ങനെ വളർന്നു. അതിലെ കുശന് കുശാംബൻ, കുംശനം, അദൂർത്രജൻ, വസു എന്നീ 4 പുത്രന്മാരുണ്ടായിരുന്നു. ഇന്ദ്രനെപ്പോലുള്ള ഒരു പുത്രനെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ കുശാംബൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ ഇന്ദ്രൻ തന്നെ കുശാംബൻ്റെ പുത്രനായി ജനിച്ചു. അദ്ദേഹം കൗശികൻ എന്നറിയപ്പെട്ടു. കൗശികന് സത്യവതി എന്നൊരു മകളുണ്ടായിരുന്നു. സത്യവതി ഋചികനെ വിവാഹം കഴിച്ചു. ഋചികമുനി കീർ, അതായത് പായസമുണ്ടാക്കി 2ആയി ഭാഗിച്ച് ഒരു ഭാഗം പത്നി സത്യവതിക്കും മറ്റൊരു പകുതി സത്യവതിയുടെ അമ്മയ്ക്കും നൽകി. ശേഷം സത്യവതിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹം കാട്ടിലേക്ക് പോയി. സത്യവതിയും അമ്മയും പായസം കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ പങ്ക് പരസ്പരം മാറ്റിക്കൊണ്ട് സ്വന്തം മകളോട് എൻ്റെ മകൻ ലോകത്തെ പോറ്റുമെന്നും സന്യാസിയുടെ പുത്രനായ അവൻ സമ്പത്തിനോ മറ്റുമായി ഒന്നും തന്നെ ചെയ്യില്ലെന്നും പറയുവാൻ വേണ്ടി പറഞ്ഞു. സത്യവതി അതിന് സമ്മതിക്കുകയും തൻ്റെ അമ്മയ്ക്ക് മാത്രമായി നീക്കിവെച്ചിരുന്ന പായസത്തിൻ്റെ ഭാഗം കഴിക്കുകയും ചെയ്തു. അമ്മ മകളുടെ ഭാഗവും കഴിച്ചു. കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ഋചികൻ പത്നിയുടെ ശരീരത്തിലെ വലിയ മാറ്റങ്ങൾ കണ്ടു. അവൾ അമ്മയ്ക്ക് വേണ്ടി നൽകിയ പായസഭാഗം കഴിച്ചുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ക്ഷത്രിയന് സമാനമായ ഗുണങ്ങളുള്ള ഒരു മകൻ അവൾക്ക് ജനിക്കുമെന്നും അവളുടെ അമ്മയ്ക്ക് ബ്രാഹ്മണന് സമാനമായ ഒരു മകൻ ലഭിക്കുമെന്നും കോപാകുലനായ മുനി പ്രവചിച്ചു. തെറ്റ് മനസ്സിലാക്കി സത്യവതി ക്ഷമയാചിക്കുകയും തെറ്റ് ചെയ്തുവെന്നും ഒരു ക്ഷത്രിയനെ മകനല്ലാതെ കൊച്ചുമകനായി കിട്ടിയാൽ സന്തോഷിക്കുമെന്നും അവൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിനോട് പ്രവചനം മാറ്റാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അഭ്യർത്ഥന പ്രകാരം മുനി തൻ്റെ പ്രവചനം മാറ്റി. പ്രവചനമനുസരിച്ച് സത്യവതി ജമദഗ്നിയെയും അമ്മ വിശ്വാമിത്രനെയും പ്രസവിച്ചു. ജമദഗ്നിയുടെ ജനനത്തിനു ശേഷം അവർ കൗശികി എന്ന നദിയായി മാറി. പിന്നീട് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭാഗിക അവതാരമായ പരശുരാമൻ ജമദഗ്നിയുടെ പുത്രനായി ജനിച്ചു. പ്രിയരെ, 4-ാം അധ്യായത്തിലെ 8-ാം ഭാഗത്തിൽ കശ്യവംശത്തിൻ്റെ വിവരണങ്ങൾ നൽകുന്നു. പുരൂരവൻ്റെ മറ്റൊരു പുത്രനായ ആയു രാഹുവിൻ്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. അവർക്ക് നഹുഷൻ, ക്ഷത്രവൃദ്ധൻ, രംഭൻ, വ്രാജി, അനേനൻ എന്നീ 5 പുത്രന്മാരുണ്ടായിരുന്നു. ക്ഷത്രവൃദ്ധൻ്റെ പുത്രനായിരുന്നു സുഹോത്രൻ. സുഹോത്രന് കശ്യൻ, കാശൻ, ഗിരിൽസ്മദനൻ എന്നീ 3 ആൺമക്കളുണ്ടായിരുന്നു. ഗിരിൽസ്മദനൻ്റെ മകനായിരുന്നു ശൗനകൻ. കാശേയൻ കശ്യൻ്റെ പുത്രനായിരുന്നു. കാശേയ വംശം കാശേയൻ, രാഷ്ട്രൻ, ദൃർദകപൻ, ധന്വന്തരി എന്നിങ്ങനെ വളർന്നു. ധന്വന്തരിയുടെ ശരീരം വാർദ്ധക്യം, രോഗങ്ങൾ തുടങ്ങിയ എല്ലാ ശാരീരിക വൈകല്യങ്ങളിൽ നിന്നും മുക്തമായിരുന്നു. ധന്വന്തരിയുടെ വംശം ധന്വന്തരി, കേതുമാൻ, ഭീമരഥൻ, ദിബോദമ്പൻ, പ്രദർദനൻ എന്നിങ്ങനെ വളർന്നു. ശത്രുക്കളെ കീഴടക്കിയതിനാൽ പ്രദർദനൻ ശത്രുജിത്തൻ എന്നും അറിയപ്പെട്ടു. കുലവയൻ എന്ന കുതിരയെ സ്വന്തമാക്കിയതിനാൽ അദ്ദേഹത്തിന് കുലവയശ്വൻ എന്നും പേര് കിട്ടി. പ്രദർദനന് അലർക്കൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. അദ്ദേഹം 60,000 വർഷം ഭൂമിയിൽ ഭരണം നടത്തി. അലർക്കൻ്റെ വംശാവലി സന്നതി, സുനിതൻ, സുകേതു, ധർമ്മകേതു, സത്യകേതു, വിഭു, സുവിഭു, സുകുമാരൻ, ദൃഷ്ടകേതു, വിധിഹോത്രൻ, ഭാർഗവൻ, ഭാർഗഭൂമി എന്നിങ്ങനെ വളർന്നു. ഭാർഗഭൂമിയുടെ സന്തതികളാണ് 4 വിഭാഗം അഥവാ 4 ജാതീയതയിലുള്ള ആളുകൾക്ക് ജന്മം നൽകിയത്. പ്രിയരെ, 4-ാം അധ്യായത്തിലെ 9-ാം ഭാഗത്തിൽ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെയും വിവരണം നൽകുന്നു. രാജാവിന് 500 വീരപുരുഷ പുത്രന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അവരിരു കൂട്ടരും ബ്രഹ്മാവിൻ്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ട് ഏത് വിഭാഗം വിജയിക്കണമെന്ന് ആരാഞ്ഞു. രാജാവ് സഹായിക്കുന്ന ഭാഗം മാത്രമേ വിജയിക്കൂ എന്ന് ബ്രഹ്മാവ് അറിയിച്ചു. അസുരന്മാർ ആദ്യം രാജിയെ സമീപിച്ച് അവരുടെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു.
രാക്ഷസന്മാർ എന്നെ ഇന്ദ്രനായി നിയമിക്കാൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ യുദ്ധം ചെയ്യൂ എന്ന് രാജാവ് വ്യവസ്ഥ ചെയ്തു. എന്നാൽ അവരത് നിരസിച്ചുകൊണ്ട് പ്രഹ്ലാദനാണ് തങ്ങളുടെ ഇന്ദ്രനെന്നറിയിച്ച് ആഗമനോദ്ദേശം നടക്കാതെ മടങ്ങി. പിന്നീട് ദേവന്മാരും രാജിയെ സമീപിച്ച് അവരുടെ പക്ഷം ചേരാൻ അഭ്യർത്ഥിച്ചു. അസുരന്മാർ വിസമ്മതിച്ച അതേ വ്യവസ്ഥ രാജാവ് അവരുടെ മുൻപിലും ഉന്നയിക്കുന്നു. രാജാവിൻ്റെ സഹായത്തോടെ ഒരു ഘോരയുദ്ധത്തിൽ അസുരന്മാരെ അവർ പരാജയപ്പെടുത്തി. വിജയാനന്തരം ഇന്ദ്രൻ രാജാവിൻ്റെ മുൻപിൽ വണങ്ങി സ്വർഗരാജ്യം സമ്മാനിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ രാജാവ് ഇന്ദ്രപദവി വഹിച്ചു. രാജിയുടെ മരണശേഷം നാരദൻ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ പ്രേരിപ്പിച്ചു. രാജിയുടെ 500 പുത്രന്മാരും ഇന്ദ്രനെ സമീപിച്ച് സ്വർഗരാജ്യം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഇന്ദ്രൻ വ്യക്തമായും വിസമ്മതിച്ചു. അപ്പോൾ രാജിയുടെ പുത്രന്മാർ ഇന്ദ്രനെ ബലമായി സിംഹാസനസ്ഥനാക്കി അവർ ഇന്ദ്രപദവി വഹിക്കുന്നു. വളരെ കാലം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ബൃഹസ്പതിയെ സമീപിച്ച് സ്വർഗരാജ്യം വീണ്ടെടുക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുമെന്ന് ബൃഹസ്പതി ഉറപ്പു നൽകി. പിന്നീട് ബൃഹസ്പതി രാജിയുടെ പുത്രന്മാരുടെ മനസ്സിൽ മായകൾ സൃഷ്ടിച്ചു. ഇന്ദ്രൻ്റെ തേജസ് വർദ്ധിപ്പിക്കുന്നതിനായി അദ്ദേഹം നിരവധി യാഗങ്ങളും നടത്തി. മായകളാൽ നയിക്കപ്പെട്ട രാജിയുടെ പുത്രന്മാർ മതവിരുദ്ധമായ രീതികളിൽ പെരുമാറാൻ തുടങ്ങി. തുടർന്ന് ഇന്ദ്രൻ അവരെയെല്ലാം എളുപ്പത്തിൽ വധിച്ച് തൻ്റെ പദവി തിരിച്ചു പിടിച്ചു. പ്രിയരെ, 4-ാം അധ്യായത്തിലെ 10-ാം ഭാഗത്തിൽ യയാതിയുടെ കഥ പറയുന്നു. പുരൂരവൻ്റെ പുത്രനായ ആയുവിൻ്റെ പുത്രനായ നഹുഷന് യതി, യയാതി, സന്യാസി, ആയതി, വിയാതി, കൃതി എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു. യയാതിക്ക് ശുക്രാചാര്യരുടെ മകൾ ദേവയാനി, വൃഷപർവൻ്റെ മകൾ ശർമ്മിഷ്ഠ എന്നിങ്ങനെ 2 പത്നിമാരുണ്ടായിരുന്നു. ദേവയാനി യദുവിനെയും തുർവാസുവിനെയും പ്രസവിച്ചപ്പോൾ ശർമ്മിഷ്ഠ ദ്രുഹനും അനുവിനും പുരുവിനും ജന്മം നൽകി. ശുക്രാചാര്യരുടെ ശാപം മൂലം യയാതിക്ക് അകാലത്തിൽ വാർദ്ധക്യം വന്നു. യയാതി മൂത്ത പുത്രനായ യദുവിനോട് എൻ്റെ വാർദ്ധക്യം സ്വീകരിച്ച് അവൻ്റെ യൗവനം കൈമാറാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ യദു അതിന് വിസമ്മതിക്കുന്നു. ഇതേ ആവശ്യം എൻ്റെ ഓരോ പുത്രന്മാരോടും യയാതി ഉന്നയിച്ചു. പക്ഷേ അകാലത്തിലെ വാർദ്ധക്യം അവരെയെല്ലാം ഭയപ്പെടുത്തി. അതിനാൽ തന്നെ വ്യക്തമായും വിസമ്മതിച്ചു. ഒടുവിൽ യയാതിയുടെ ഇളയ പുത്രനായ പുരു സന്തോഷത്തോടെ പിതാവിൻ്റെ അപേക്ഷ സ്വീകരിച്ച് അവൻ്റെ യൗവനം അദ്ദേഹത്തിന് കൈമാറി. യൗവനം വീണ്ടെടുത്ത യയാതി തൻ്റെ 2 രാജ്ഞിമാരുമൊത്ത് ജഡിക സുഖങ്ങളിൽ മുഴുകി. നെയ്യിനാൽ ജ്വലിക്കുന്ന തീ പോലെ അനുദിനം സുഖഭോഗങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും വർദ്ധിച്ചു. 1000 വർഷത്തിനു ശേഷം യയാതി തൻ്റെ തെറ്റ് മനസ്സിലാക്കി സ്വന്തം പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ യയാതി പുരുവിന് തൻ്റെ യൗവനം തിരിച്ചു നൽകി വീണ്ടും സ്വന്തം വാർദ്ധക്യം സ്വീകരിച്ചു. തുടർന്ന് പുരുവിനെ രാജാവായി കിരീടധാരണം നടത്തി വനവാസത്തിനായി യയാതി വനാന്തരങ്ങളിലേക്ക് പിൻവാങ്ങി. പ്രിയരെ, 4-ാം അധ്യായത്തിലെ 11-ാം ഭാഗത്തിൽ യദുവംശത്തിൻ്റെ വിവരണവും സഹസ്രാർജുനൻ്റെ കഥയും ഉൾക്കൊള്ളുന്നു. യയാതിയുടെ മൂത്ത പുത്രനായ യദുവിന് സഹസ്രജിത്തൻ, ക്രോഷ്ടു, നളൻ, നഹുഷൻ എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായിരുന്നു. സഹസ്രജിത്തൻ്റെ പുത്രനാണ് ശതജിത്തൻ. അദ്ദേഹത്തിന് ഹൈഹേയൻ, ഹേഹയൻ, വേണുഹയൻ എന്നീ 3 പുത്രന്മാരുണ്ടായിരുന്നു. ഹൈഹേയൻ്റെ വംശപരമ്പര ധർമ്മൻ, ധർമ്മനേത്രൻ, കുന്തി, സഹജിത്തൻ, മഹിഷ്മാൻ, ഭദ്രശ്രേണ്യൻ, ദുർനാഭൻ, ധനകൻ എന്നിങ്ങനെ വളർന്നു. ധനകന് കൃതവീര്യൻ, കൃതാഗ്നി, കൃതധർമ്മൻ, കൃത്തജൻ എന്നീ 4 പുത്രന്മാരുണ്ടായിരുന്നു. കൃതവീര്യന് കാർത്തവീര്യാർജുനൻ എന്നൊരു ധീരനായ പുത്രനുണ്ട്. അർജുനൻ ദത്താത്രേയനെ ആരാധിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ 1000 കൈകൾ നേടുകയും ചെയ്തു. അന്നു മുതൽ അദ്ദേഹം സഹസ്രാർജുനൻ എന്നറിയപ്പെട്ടു. ഭൂമി മുഴുവൻ ഭരിക്കൽ, പ്രജകളെ മതപരമായി പോറ്റൽ, 3 ലോകങ്ങളിലും പ്രശസ്തനായ ഒരു മനുഷ്യനാൽ മാത്രം വധിക്കാൻ കഴിയുക എന്നീ നിരവധി വരങ്ങൾ ദത്താത്രേയൻ അദ്ദേഹത്തിന് നൽകി. അക്കാലത്ത് സദ്ഗുണങ്ങളിൽ സഹസ്രാർജുനന് തുല്യമായ മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 85,000 വർഷം മുഴുവൻ ഭൂമി ഭരിച്ചു. പണ്ടൊരിക്കൽ സഹസ്രാർജുനൻ നർമ്മദ നദിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നപ്പോൾ ലങ്കാധിപതിയായ രാവണനുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായി. സഹസ്രാർജുനൻ രാവണനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തി പിടികൂടി തൻ്റെ രാജ്യത്തിലെ ഒറ്റപ്പെട്ട സ്ഥലത്തെ തടവിലാക്കി. കാലക്രമേണ കാർത്തവീര്യാർജുനൻ്റെ അഹങ്കാരം എല്ലാ പരിധികളും ലംഘിച്ചു. അദ്ദേഹം മുനിമാരെയും മറ്റു മതവിശ്വാസികളെയും ഭയപ്പെടുത്തുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ക്രൂരതകൾ സഹനത്തിൻ്റെ പരിധിക്കപ്പുറം വർദ്ധിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണു ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായ പരശുരാമനായി ഭാഗികമായി അവതാരമെടുത്തു. ഋചിക മഹർഷിയുടെ പ്രവചനമനുസരിച്ച് പരശുരാമൻ ക്ഷത്രിയ സമാനമായ സദ്ഗുണങ്ങളോടെ വളർന്നു. വാസ്തവത്തിൽ അഹങ്കാരികളായ രാജാക്കന്മാരുടെ ക്രൂരതകളിൽ നിന്ന് ഭൂമിയെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതാരമെടുത്തത്. പരശുരാമന് ശിവനിൽ നിന്ന് ലഭിച്ച ആയുധമായ പരശു, അതായത് കോടാലി ഉപയോഗിച്ച് സ്വന്തം അമ്മയുടെ തല വെട്ടിക്കളഞ്ഞു. സഹസ്രാർജുനന്റെ തടവിൽ നിന്നും രാവണനെ മോചിപ്പിക്കുക മാത്രമല്ല സഹസ്രാർജുനനെ വധിക്കുകയും ചെയ്തു.
സഹസ്രാർജുനന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ശൂരൻ, ശൂരസേനൻ, വൃഷസേനൻ, മധു, ജയധ്വജൻ എന്നിവർ പ്രമുഖരായിരുന്നു. ജയധ്വജന് തൽജുങ്കൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. തൽജുങ്കന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ വിധിഹോത്രനും ഭരതനും പ്രമുഖരായിരുന്നു. ഭരതന് വീണ്ടും 100 പുത്രന്മാരുണ്ടായിരുന്നു. അതേസമയം സഹസ്രാർജുനന്റെ പുത്രനായ മധുവിനും 100 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ വൃഷ്ണി പ്രമുഖനായിരുന്നു. അവരുടെ പൂർവ്വപിതാവായ യദുവിൻ്റെ പേരിന് ശേഷം ഈ വംശം യദുവംശം എന്നറിയപ്പെട്ടു. പ്രിയരെ, വിഷ്ണുപുരാണത്തിൻ്റെ 4-ാം അധ്യായത്തിലെ 12-ാം ഭാഗത്തിൽ ക്രോഷ്തു വംശത്തിൻ്റെ വിവരണം നൽകുന്നു. ക്രോഷ്തു വംശം ക്രോഷ്തു, ദുഞ്ഞിവൻ, സ്വാതി, രാശാങ്കു, ചിത്രരഥൻ, രാശിബിന്ദു എന്നിങ്ങനെ വളർന്നു. രാശിബിന്ദുവിന് 1,00,000 രാജ്ഞിമാരും 10,00,000 പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരിൽ പൃഥുശർവൻ, പൃഥുകർമ്മൻ, പൃഥുകീർത്തി, പൃഥുയാഷൻ, പൃഥുജയൻ, പൃഥുഷൻ എന്നിവരായിരുന്നു പ്രമുഖർ. അവരുടെ വംശത്തിൽ പിന്നീട് ജാമതൻ എന്നൊരു രാജാവുണ്ടായി. തൻ്റെ പത്നി ശൈവയോട് അത്രയധികം അർപ്പണബോധമുള്ള അദ്ദേഹം അവർക്ക് കുട്ടികളില്ലായിരുന്നിട്ടും അവളുടെ ഭയം കാരണം മറ്റു സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒരിക്കൽ ജാമതൻ ഒരു ഘോരയുദ്ധത്തിൽ പങ്കെടുത്തു. അതിൽ അദ്ദേഹം തൻ്റെ എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി. വിജയ ശ്രീലാളിതനായി മടങ്ങുവാൻ ഒരുങ്ങുമ്പോൾ ഒരു സ്ത്രീയുടെ ദയനീയമായ നിലവിളി കേട്ടു. കരയുന്നവരുടെ സംരക്ഷകയായി നിലകൊള്ളുന്ന സുന്ദരിയായ ഒരു സ്ത്രീയെയും അദ്ദേഹം കണ്ടു. അവളുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടനായ ജാമതൻ അവളെ തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോയി. അവർ കൊട്ടാരത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തോടൊപ്പം രാജ്ഞി ശൈവ്യ തന്നെ കാത്തിരിക്കുന്നത് രാജാവ് കണ്ടു. രഥത്തിൽ രാജാവിൻ്റെ അരികിൽ ഇരിക്കുന്ന ഒരു സുന്ദരിയായ യുവതിയെ കണ്ടപ്പോൾ ശൈവ്യ അദ്ദേഹത്തെ ശകാരിക്കാൻ തുടങ്ങി. ഭയന്ന് ആ യുവതി തൻ്റെ മരുമകളാണെന്ന് വിശദീകരിക്കാൻ രാജാവ് ശ്രമിച്ചു. അവർക്ക് ഒരു പുത്രനില്ലാത്തപ്പോൾ മരുമകൻ എവിടെ നിന്നാണ് വന്നതെന്ന് രാജ്ഞി കൂടുതൽ ഉച്ചത്തിൽ ചോദിച്ചു. എന്നാൽ എൻ്റെ ഭാവി മകനു വേണ്ടി ഞാൻ ഒരു പത്നിയെ തിരഞ്ഞെടുത്തതാണെന്ന് രാജാവ് വിശദീകരിച്ചു. അവരുടെ സംഭാഷണത്തിൻ്റെ ഫലമായി ശൈവരാജ്ഞി ഗർഭം ധരിക്കുകയും പ്രായാധിക്യത്തിലും പ്രസവിക്കുകയും ചെയ്തു. ആ പുത്രന് വിദർഭൻ എന്ന് പേരിട്ടു. കാലക്രമേണ വിദർഭൻ തൻ്റെ പിതാവ് മുൻപ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർക്ക് ക്രാതൻ, കൗശികൻ, രോമപാദൻ എന്നീ 3 ആൺമക്കളുണ്ടായിരുന്നു. നാരദനിൽ നിന്നാണ് രോമപാദന് പ്രബോധനം ലഭിച്ചത്. ക്രതൻ, കുന്തി, ഗൃഷ്ടി, നികൃതി, ദശാദനൻ, വ്യോമൻ, ജിമൂതൻ, വികൃതി, ഭീമർദൻ, നവരഥൻ, ദശരഥൻ, ശകുനി, കരമ്പി, ദേവരാതൻ, ദേവക്ഷത്രൻ, മധു, കുമാരവംശൻ, അനു, കുരുമിത്രൻ, അൻഷു, സാത്വകൻ എന്നിങ്ങനെ ക്രതൻ്റെ വംശം വളർന്നു. സാത്തകൻ സ്വന്തം പേരിൽ അറിയപ്പെടുന്ന ഒരു വംശത്തിൻ്റെ പൂർവ്വപിതാവായിരുന്നു. പ്രിയരെ, വിഷ്ണുപുരാണത്തിൻ്റെ 5-ാം അധ്യായം അടുത്തതും 11-ാമത്തതുമായ വീഡിയോയിൽ പരിശോധിക്കാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.